എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിനെ പലപ്പോഴും പേഷ്യൻസ് രാവിലെ ഭയങ്കര ഹറിബറി ആയിട്ട് വിളിക്കാറുള്ളത് കാണാറുണ്ട്. ഡോക്ടറെ, ഇന്ന് ഞാൻ മോഷൻ മലം പാസ് ചെയ്ത സമയത്ത് അതിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ബ്ലഡ് ഉണ്ടായിരുന്നു, ഇതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള കോളുകൾ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സമയത്ത് ബ്രീഫായിട്ടൊന്ന് ഹിസ്റ്ററി എടുക്കുമ്പോൾ പലപ്പോഴും പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ വരാറുള്ളത്. പക്ഷേ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഇത് പൈൽസ് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മുറിവുകൾ ഫിഷർ കൊണ്ടോ മാത്രമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് എന്നുള്ളത്. നമുക്ക് ഇത്തരത്തിൽ മലത്തിൽ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ മലത്തിൽ ബ്ലീഡിങ് കാണാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയുന്നത് തന്നെയാണ് പൈൽസ് എന്നുള്ളത്. ഒന്നാമതായിട്ടുള്ളത് പൈൽസ് തന്നെയാണ്. അതിൽ തന്നെ അത് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, അത് പലപ്പോഴും പലർക്കും അവർ പാസ് ചെയ്യുന്ന മോഷൻ്റെ ടൈറ്റ്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് ഇത് ചെറിയ രീതിയിൽ പൊട്ടാറുണ്ട്. ചെറിയൊരു ബലൂണിൽ വെള്ളം നിറച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയൊരു മുന്തിരിയുടെ ഷേപ്പിലാണല്ലോ ഈ പൈൽസ് ഉണ്ടായിരിക്കുക. ഇത് മലം ടൈറ്റായിട്ട് പോവുകയോ മറ്റോ സംഭവിക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ട് പൊട്ടും. അതിനെ തുടർന്നിട്ട് നല്ല ഫ്രഷ് ബ്ലഡ് മോഷൻ പോയി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇതേപോലെ ചീറ്റിയിട്ടും അല്ലെങ്കിൽ ഡ്രോപ്പായിട്ടും വരുന്നതായിട്ട് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനി രണ്ടാമതായിട്ട് സംഭവിക്കുന്നതാണ് ഫിഷർ എന്ന് പറയുന്ന കണ്ടീഷൻ. ഫിഷർ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ ചെറിയ പൊട്ടലുകളോ വിള്ളലുകളോ മുറിവുകൾ, ഒരു കത്തിയെടുത്ത് വരച്ച രീതിയിലുള്ള മുറിവുകൾ ആ മസിൽസ് ടൈറ്റായിട്ട് പൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ബ്ലീഡിങ്ങുകൾ വരാറുണ്ട്. ഇത് പലപ്പോഴും മലത്തിൻ്റെ കൂടെ സൈഡിലൂടെ ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ അതിൽ മിക്സ് ആയിട്ടൊക്കെ മോഷൻ പോകുമ്പോൾ കാണാറുണ്ട്. പിന്നെ ഇതാണ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് വളരെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് വളരെ കോമൺ ആയിട്ട് കാണാറുള്ളത്. ഇനി മൂന്നാമത്തേതായിട്ടുള്ള ഒന്നാണ് പോളിപ്പുകൾ. നമ്മുടെ വൻകുടലിൻ്റെയൊക്കെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ദശയോ മുഴയോ ഒക്കെ ഉണ്ടാവുന്നത് വളരെ കോമൺ ആണ്. അതും പ്രായമായ ആൾക്കാരിലൊക്കെയാണ് ഇത് കുറച്ചും കൂടെ കോമൺ ആയിട്ട് കാണപ്പെടാറുള്ളത്. ഈ പോളിപ്പുകൾ പൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ നമുക്ക് മലത്തിൽ ബ്ലീഡിങ് ഒരു പക്ഷേ കണ്ടേക്കാം. ഇത് വളരെ ഈ പൈൽസ് ഫിഷറൊക്കെ പോലെ അത്ര കോമൺ ആയിട്ട് കാണപ്പെടാറില്ല. പലപ്പോഴും ഇത് കൊളനോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്കതിൻ്റെ ഉള്ളിൽ പോളിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. പൈൽസോ ഫിഷറോ പോലെ നമുക്ക് പെട്ടെന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിറ്ററി റെക്ടൽ അൾസർ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് റെക്റ്റം എന്നുള്ള ഭാഗത്ത് ചെറിയ മുറിവുകൾ, വായലൊക്കെ ഉണ്ടാകുന്ന പുണ്ണ് പോലെ ചെറിയ അൾസറുകൾ ചിലർക്ക് കണ്ടുവരാറുണ്ട്. ഇതിനെ തുടർന്നും ഇതിൽ മോഷൻ ടൈറ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ മുറിവുകളിൽ വീണ്ടും മുറിവുകൾ ഉണ്ടായിട്ട് ഈ അൾസറുകൾ ബ്ലീഡിംഗ് ആയിട്ടും സംഭവിക്കാറുണ്ട്. ഇത്തരത്തിലും ഇതുപോലെ മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് കണ്ടേക്കാം. പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് മറ്റൊന്ന് കാണാറുള്ളതാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഒക്കെ അടങ്ങിയിട്ടുള്ള IBD, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ സിൻഡ്രോം ഒക്കെ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇതിലെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് മലം പോകുന്നത് വളരെ ലൂസായിട്ടായിരിക്കും. ഈ ലൂസായി പോകുന്ന മലത്തിൻ്റെ കൂടെ ലാസ്റ്റായിട്ട് ഈ ഒരു തുപ്പലോ അല്ലെങ്കിൽ ഒരു കഫത്തിലൊക്കെ ഈ ബ്ലീഡിങ് രക്തം മിക്സ് ആയിട്ട് പോകുന്നത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ചിലർക്ക് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറിയ അല്ലെങ്കിൽ ലൂസായിട്ടുള്ള മലമായിട്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ചിലർക്ക് ടൈറ്റ് ആയിട്ടായിരിക്കും. ഇതിങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ട് പോകും. ഇത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ഒന്നുമില്ലെങ്കിൽ മലത്തിൽ മിക്സ് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഫത്തിൻ്റെ ഒരു ടെൻഡൻസി ആയിട്ടും ബ്ലീഡിങ് പൊതുവെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ അടുത്ത കണ്ടീഷനാണ് നമുക്ക് സിവിയർ ആയിട്ട് വരാറുള്ള കോളൻ ക്യാൻസറുകൾ ഉണ്ടാകുന്ന സമയത്തും ഒരു പ്രായം ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ കോമൺ ആയിട്ടത് കാണാറുണ്ട്. ഇത്തരത്തിൽ ഹെവി ബ്ലീഡിങ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എമർജൻസി കണ്ടീഷൻസ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുകയും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്.
പിന്നെ മറ്റൊരു കണ്ടീഷനായിട്ട് വരുന്നതാണ് ആൻജിയക്ടേഷ്യ എന്ന് പറയുന്നത്. ആൻജിയക്ടേഷ്യക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ്, നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വൻകുടലിൻ്റെ ഒക്കെ ഉൾഭാഗത്തായിട്ടുള്ള ബ്ലഡ് വെസൽസ് പൊട്ടി അത് നോർമലി ബ്ലീഡിങ് ആയിട്ട് വരാറുണ്ട്. അതിന് പലപ്പോഴും ഈ കഴല വീക്കൊക്കെ പോലെ പേഷ്യൻസിന് സിംറ്റംസ് ആയിട്ട് കാണിക്കാറുണ്ട്. അതല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ലിംഫ് നോഡ്സ് ഒക്കെ എൻലാർജ് ആവുകയും അല്ലെങ്കിൽ നീർക്കെട്ട് കാര്യങ്ങൾ വരികയും അത്തരത്തിലുള്ള നമുക്ക് വയറുവേദന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതിൽ കാണിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് വരുന്ന കണ്ടീഷനാണ് ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകുടലിൻ്റെ ഉൾഭാഗത്തായിട്ട് ചെറിയ ചെറിയ സഞ്ചികൾ പോലെ സാക്സ് ഫോം ചെയ്യും. ഈ സാക്സ് ഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വയറുവേദന വളരെ കോമൺ ആയിരിക്കും. ഈ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കാണാറുണ്ട്. അതുപോലെ മോഷൻ കറക്റ്റ് ആവാത്ത സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ഡൈവേർട്ടിക്കുലൈറ്റിസ് ഫോം ചെയ്യുകയും അതിനെ തുടർന്ന് അവിടെ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടായി അതിൽ ബ്ലീഡിങ് കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ പോകുമ്പോൾ ഈ മലം ഡാർക്ക് കളറൊക്കെ ആയിട്ട് ഫോം ചെയ്ത് പോവാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെപ്റ്റിക് അൾസർ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ വയറിൻ്റെ ഉൾഭാഗത്തായിട്ട് യഥാർത്ഥമായിട്ടുള്ള വയറിൽ സ്റ്റൊമക്കിൽ മുറിവുകൾ ഉണ്ടാകും, പെപ്റ്റിക് അൾസർ ഉണ്ടാകും. അത് ബ്ലീഡിങ് ഉണ്ടാകും. അതെന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടൽ വൻകുടലിലൊക്കെ ഈ ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടൊക്കെ പോയി ദഹനം നടക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതൊരു ബ്ലാക്ക് കളറായിട്ട് ഫോം ചെയ്യുകയും അതിനെ തുടർന്ന് നമ്മുടെ മോഷനിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ കാണുക, അല്ലെങ്കിൽ മലം ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലാക്ക് കളറായിട്ട് മാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും അല്ലാതെ മോഷൻ പിന്നെ എപ്പോഴാണ് കളർ ചേഞ്ച് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയൺ ടാബ്ലറ്റ് എടുക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ കഴിച്ചതിൻ്റെ ഭാഗമായിട്ടും മോഷനിൽ ഇതേപോലെ കളർ ചേഞ്ചുകൾ വരാറുണ്ട്. അതൊന്നും നിങ്ങളത്ര ടെൻഷൻ ആവുക അല്ലെങ്കിൽ വറീഡ് ആവേണ്ട ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇനി ഇത്തരത്തിൽ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചെയ്യേണ്ടത്, ബ്ലീഡിങ് കഴിഞ്ഞാൽ നിങ്ങൾ അത്ര വറീഡ് ആവില്ല വേണ്ടത്, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. എന്നിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്നത്തെ ജനറേഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പൈൽസും ഫിഷറൊക്കെ വളരെ കോമൺ ആണ്. അത് തന്നെ ആകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ ഉണ്ടാവാറ്. അത് കൂടുതൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊളനോസ്കോപ്പിയോ സിഗ്മോയിഡോസ്കോപ്പിയോ ഒക്കെ പോലെയുള്ള നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ക്യാമറ ഇട്ട് നോക്കുന്ന ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് ലോക്കലായിട്ടുള്ള എക്സാമിനേഷൻ, ഇപ്പോൾ നിങ്ങൾ നോർമലി ഹോസ്പിറ്റലിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വേറെ ചെറിയ പ്രൊസീജിയർ വഴി ലോക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൈൽസോ അല്ലെങ്കിൽ ഫിഷറോ മറ്റുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ എന്താ പറയുക ബയോളജിക്കൽ ക്ലോക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് കാര്യം, ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ. പക്ഷേ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാർ അത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല മോഷൻ ടൈറ്റായി പോകുന്ന സാഹചര്യമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നന്നായിട്ട് വെണ്ടയ്ക്ക, വഴുതനങ്ങ, അതേപോലെയുള്ള നല്ല സോഫ്റ്റ് ടെക്സ്ചർ ഉള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ മോഷനും അത്തരത്തിൽ സോഫ്റ്റായി പോകാൻ സാഹചര്യം ഉണ്ടാകും. അതുപോലെ നെയ്യ്, ഇതൊക്കെ കൂടുതലായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, നെയ്യൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മോഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉറക്കം പ്രോപ്പറാക്കുക. ഒരു 8 മണിക്കൂർ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിംഗ് ജോബ് ചെയ്യുന്ന ആൾക്കാർ, അതായത് അക്കൗണ്ടിങ്, IT പ്രൊഫഷണൽസ്, ഡ്രൈവിംഗ്, ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കുന്നതും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നോൺ വെജ്, റെഡ് മീറ്റ് കാര്യങ്ങളൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.